പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ന് പകലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ ഭാഗത്തോട് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ തിരുവഴുത്ത് നമ്മൾ അനുദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അനവധി ആളുകളുടെ ദൈവിക സന്ദേശം അനവധി ആൾക്കൂടെ ദൈവം പരിശുദ്ധമാണെന്ന് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഈ ഭാഗത്ത് തന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് ആത്മജീവിതത്തിനകത്ത് സന്തോഷം നിറയത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ആത്മജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹല്ലേലൂയ നാം ഈ ദൈവത്തിനെ ചിന്തിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് ലോകരാജ്യങ്ങളിൽ വിവിധ കഷ്ടം അനുഭവിക്കുന്ന രോഗികളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. നാളെ നമ്മൾ അടുത്ത സംസ്ഥാനത്ത് ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർക്കതൊരു ആശ്വാസമാകും, ഒരു സൗഖ്യമായി മാറും. നമുക്ക് ഈ രോഗികളെന്ന് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലെങ്കിലും നമ്മൾ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നതാണ് ദൈവനീതിയായിട്ട് കണക്കിടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത് പകരം ഞാനും ഒന്നിച്ച് ദൈവവചനം വായിച്ച് ചിന്തിച്ച് നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭൂമിയിലെ സകല വംശങ്ങളും ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോട് പറയുവാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പം ദൈവമായ കർത്താവ് യഹോവയായ ദൈവം ഇത് പറയുമ്പോൾ അബ്രഹാമിന് മക്കളില്ല എന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രഹാമിന് മക്കളില്ലാതിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ഈ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വാഗ്ദത്തം ലഭിക്കുന്ന സമയത്തിന് അബ്രഹാമിന് 75 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാമിന് ഒരു കുട്ടി പോലും ഇല്ല. സ്തോത്രം. അവന് സന്താനശേഷിയുമില്ല. ആ സമയത്ത് സന്താനശേഷിയുമില്ല. അബ്രഹാം ദുഃഖത്തോടെ കർത്താവ് അടിയിൽ നീ എന്ത് നൽകും എന്നാണ് അബ്രഹാമിൻ്റെ ചോദ്യം. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാമിൻ്റെ ചോദ്യത്തിൽ അടിയിൽ എന്ത് നൽകും, എനിക്കൊരു കുഞ്ഞില്ലല്ലോ എന്നുള്ള ഭാരം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവം യഹോവയായി ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, നാം വിശ്വസിക്കുന്ന ദൈവം മഹാനായ ദൈവമാണ്, ഈ കാണുന്നതിനെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ്. നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ മറ്റൊരാൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളെ നോക്കിക്കഴിഞ്ഞാൽ, ഈ കാണുന്ന ഭൂമണ്ഡലത്തെ മുഴുവൻ നോക്കിയാൽ ദൈവത്തിൻ്റെ സൃഷ്ടികളുടെ ആ പ്രകൃതിയുടെ മനോഹാരിത നമ്മൾ കാണുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടികളെയെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തെ വിശ്വസിക്കണം. മറ്റൊരാൾ പറഞ്ഞു തന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരിയായി നാം ദൈവത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വസിക്കും. ഒരു ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസം. എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു തരണമല്ല, മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസം വീണ്ടും വർദ്ധിക്കും. ഹല്ലേലൂയ. അതേ ഞാനും നിങ്ങൾ അധിവസിക്കുന്ന ഈ ലോകം മുഴുവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചതാണ്. എല്ലാം ദൈവം ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പാഴും ശൂന്യമായി കിടന്ന ഭൂമി ദൈവം സകലത്തെയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി. അങ്ങനെ അത്ര ശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട് സകലത്തിൽ സൃഷ്ടിച്ചെങ്കിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സന്താനശേഷി ഇല്ലെങ്കിലും, അബ്രഹാമിന് വയസ്സ് 75 ആണെങ്കിലും നിന്നിൽ സകല സന്തതികളും അനുഗ്രഹിക്കപ്പെടും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവമാണ് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ അതിന് യാതൊരു മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകരം ഈ ദൈവത്തിന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ, ദൈവം നിങ്ങളോട് ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറിപ്പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അത് ലോകത്തിൽ ഒരു മനുഷ്യനല്ല നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. യഹോവയായി ദൈവമാണ് പറഞ്ഞത് അബ്രഹാമിനോട്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു വാഗ്ദത്തം ലഭിച്ചെങ്കിൽ, യേശു നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമുള്ള നിങ്ങൾ ചിന്തിച്ചോണം. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പം ജീവിതത്തിൻ്റെ ശൂന്യതയെ മാറ്റിത്തരുവാൻ യേശുവിന് കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം.
പഴയ നിയമത്തിൽ ഭക്തന്മാരൊക്കെ യഹോവയായ ദൈവത്തിൽ വിശ്വസിച്ച് അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വഴികളെ ദൈവം തുറക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മാനവകുലത്തിൻ്റെ പാപങ്ങളെ പരിഹരിച്ച് മാനവകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യജീവൻ നൽകി ഈ ഭൂമി നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയം നമ്മെ അനുഗ്രഹിച്ച് നമുക്ക് സകല നന്മകളും തരുവാൻ വേണ്ടിയിട്ടാണ് പിതാവായി ദൈവം തന്നെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക, നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുക, നിത്യജീവനെ നൽകുക, ദൈവത്തിൻ്റെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കുക. അങ്ങനെ ജീവിക്കുന്ന സകല വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിച്ചു മറ്റുള്ളവരെ അനുഗ്രഹിക്കത്തില്ല. എല്ലാവർക്കും അനുഗ്രഹമുണ്ട്, പക്ഷേ ദൈവികമായ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതായിരിക്കും. അല്ലാത്ത അനുഗ്രഹങ്ങളൊക്കെ ഹല്ലേലൂയ അതിൻ്റെ പിന്നിൽ കണ്ണുനീരുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അബ്രഹാമിന് ഒരു സന്തതി പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ യഹോവയായ ദൈവം പറയുന്നത്, നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ എല്ലാ ദിവസങ്ങളും കർത്താവിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം, പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. അവിടെയും നിങ്ങൾ യേശു കർത്താവിന് നിങ്ങൾ മഹത്വം കൊടുത്ത് യേശുവെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുന്നില്ല. ഹല്ലേലൂയ. അപ്പം അബ്രഹാമിൻ്റെ ദുഃഖത്തെ അറിഞ്ഞ ദൈവം, ഹല്ലേലൂയ, അബ്രഹാമിൻ്റെ മാനസികമായ വേദനകൾ അറിഞ്ഞ ദൈവം, ഹല്ലേലൂയ, അബ്രഹാമിനെ ഉപേക്ഷിച്ച് കളയുകയല്ല. കാരണം അബ്രഹാമിൻ്റെ മനസ്സിന് ശരിക്ക് യഹോവയെ ദൈവം അറിയുക. അവനൊരു കുഞ്ഞില്ല, കാരണം അവന് 75 വയസ്സാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. സന്തതികളെ ജനിപ്പിക്കുവാനുള്ള ശേഷിയുമില്ല. ആ ഹൃദയത്തെയാണ് അബ്രഹാമിൻ്റെ ആ ഹൃദയത്തെയാണ് യഹോവയെ ദൈവം അറിയുന്നത്. അതേപോലെ നിങ്ങളുടെ കഴിവ് കേട്, ഹല്ലേലൂയ, നിങ്ങളുടെ കഴിവില്ലായ്മ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങളുടെ കഴിവുകേടിൻ്റെ അനുഭവം, നിങ്ങളുടെ കഴിവ് കുറഞ്ഞ അനുഭവത്തിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. അബ്രഹാമിനെ മാനിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിൽ ഈ പുതിയ നിയമസഭയുടെ ബന്ധത്തിൽ പറഞ്ഞ യേശു കർത്താവിനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ബലഹീനതയിൽ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞാൽ രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കർത്താവ് യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ ഹൃദയത്തെ അറിഞ്ഞു, അവൻ്റെ ദുഃഖം അറിഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം തനിയെ വിളിച്ചു. ഹല്ലേലൂയ. തെരഞ്ഞ കർത്താവ് അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനെ ദൈവം യഹോവയെ തന്നോട് ചേർത്ത് നിർത്തി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, ആകാശത്തേക്ക് നോക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുക, കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവൻ്റെ നീതിയായി കണക്കിട്ടുന്നു. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. എന്താണ് നമ്മൾ വായിച്ചത്? അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടുചെന്ന്, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. എന്നിട്ട് കർത്താവ് പറയാണ്, നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അപ്പം ദൈവം പറഞ്ഞ വാക്കുകൾ, ഹല്ലേലൂയ, അബ്രഹാം വിശ്വസിക്കുക, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ, എണ്ണാൻ കഴിയുന്നത് എണ്ണുക എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ നിന്റെ മക്കളായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അതേപോലെ എത്ര ദൈവി എന്ന് എത്ര സത്യസന്ധമായ രീതിയിലാണ് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രശ്നിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ വേദനയോടുകൂടി ആയിരിക്കുന്നു, കണ്ണതിൻ്റെ നടുവിലായിരിക്കുന്നു, അതിൻ്റെ നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ പ്രായമല്ല ഇവിടെ വിഷയം, നിങ്ങളുടെ വിശ്വാസത്തിന് അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് നിങ്ങൾ പൂർണ്ണമായി നിങ്ങളെ സമർപ്പിച്ച വ്യക്തിയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു പോകത്തില്ല. അല്ലേ? കാരണം നമ്മൾ എബ്രായ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സ്തോത്രം, പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്.
അത് പ്രത്യാശയുടെ സ്വീകാരത മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് നിങ്ങളോട് വാഗ്ദത്തം തരുന്നത്. സ്തോത്രം. വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരു ദൈവമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വാക്ക് പറഞ്ഞാൽ മാറാത്ത വാഗ്ദത്തം ചെയ്യുന്ന നല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ നിലച്ചതിലും അപ്പുറം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അപ്പോൾ നമുക്ക് ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം മുഴുവൻ. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ട് 118 സംഗീതം 8 വാക്യം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അത് മനുഷ്യനിലും പ്രഭുക്കന്മാരിലും ആശ്രയിച്ചാൽ അതിൻ്റെ പരിണിത ഫലം ഒരുപക്ഷെ പരാജയമായിരിക്കാം. പക്ഷെ യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്നാണ് സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നത്. അതേപോലെ ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ, ഈ കാണുന്ന മുഴു ലോകത്തെ അടക്കി ഭരിക്കുന്ന, അല്ലെങ്കിൽ ഈ മുഴു ലോകത്തെ സൃഷ്ടമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെ മാറ്റിത്തരുവാൻ ആമേൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ് ആകാശത്തിലേക്ക് നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആകാശത്തിലേക്ക് നോക്കുക. ആമേൻ. സ്തോത്രം. നോക്കുക. നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. പക്ഷേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമോ? അബ്രഹാമിന് അല്ലെങ്കിൽ അബ്രഹാമിന് എണ്ണുവാൻ കഴിയുന്നെങ്കിൽ എണ്ണ എന്ന് കൽപ്പിക്കുക. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളിൽ അത് ഇങ്ങനെയാകും, നിൻ്റെ ഭൂമിയിലെ ഇങ്ങനെയാകും നിൻ്റെ മക്കളെന്നൊക്കെ യഹോവയെ ദൈവം പറയാം. ഈ അബ്രഹാമിൻ്റെ മക്കൾ ഇന്ന് ഭൂമിയിൽ പെരുകി നിറഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത് അത്ര കൃത്യമായിട്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. ഇവിടെ തെസ്സലോനിക്കയിലെ ലേഖനം 5:24 വാക്യമായി, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കുമെന്ന്. അതുപോലെ ഒരു മനുഷ്യനല്ല നമ്മളെ വിളിച്ചു, ഒരു മനുഷ്യൻ്റെ വാക്ക് കേട്ടല്ല നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. ഹല്ലേലൂയ. നാം യേശു കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങളുടെ കഷ്ടത ഏതാണ്? നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന്, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ പരാജയം ഏതായാലും നിങ്ങൾ യേശുവിനോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, യേശുവിനോട് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യം നിങ്ങളെ വിളിച്ചൊരു മനുഷ്യൻ്റെ വാക്ക് കേട്ടല്ല നമ്മൾ വന്നത്. യേശു കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചല്ലി നമ്മുടെ പാപത്തിന് ശുദ്ധീകരണം, ദൈവത്തിന് മകനാക്കി മാറ്റി, മകളാക്കി മാറ്റി, സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളെ തന്ന് നിറയ്ക്കുവാൻ വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവാണ് നമ്മെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിന് ഭാരമില്ല. അബ്രഹാമിന് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരുവാൻ കഴിയും നമുക്കതുകൊണ്ട്. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 13-ാമത്തെ വാക്യം പറഞ്ഞത്, യഹോവ അബ്രഹാമിനോട് വൃത്തയായി ഞാൻ, ഹല്ലേലൂയ, പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പം യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. ഒരു ചോദ്യമാണ്. നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചു നോക്കിയ, യഹോവയിൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് യഹോവയിൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഹല്ലേലൂയ. അതേപോലെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. നമുക്കൊരു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ വലിയ ഭാരമായി മാറിയേക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ വലിയ ഘനമായി മാറിയേക്കാം, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാം, നമ്മുടെ മനസ്സിനുള്ള ചിന്താഗതി പിശാച് കൊണ്ടുവരും. എന്നാൽ കർത്താവ് പറയണ, യഹോവയിൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. അതേ സ്തോത്രം. അബ്രഹാമിൻ്റെ പ്രായത്തിലല്ല വിഷയം, സാറയുടെ പ്രായമല്ല വിഷയം. ദൈവത്തിനൊരു പദ്ധതിയുണ്ടെങ്കിൽ അത് പ്രായത്തിലല്ല നടക്കും. ദൈവത്തിൻ്റെ വചനം അവിടെ നിറവേറും. നമ്മൾ ചിന്തിക്കണം. ഇരമ്യാ പ്രവാചകനും പറഞ്ഞൊരു വാക്യമുണ്ട്. ഇരമ്യാ പ്രവാചകൻ 32-ാം അധ്യായം 27-ാം വാക്യം നമുക്കെല്ലാം കാണാപ്പാടുക. ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ കർത്താവ് സകല ജഡത്തിൻ്റെ ദൈവമായ കർത്താവാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെയും സൃഷ്ടാവ് യേശുവാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള സകല ജലത്തിൻ്റെയും ഉടയവൻ, അധികാരമുള്ളവൻ യേശു കർത്താവാണ്. ആ കർത്താവാണ് ചോദിക്കുന്നത്, എനിക്ക് കഴിയാത്ത വലിയ കാര്യവുമുണ്ടോ? ഈശ്വരോട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകരം ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മൾ ഈ സാറയുടെ അബ്രഹാമിൻ്റെ ചിന്തയിലേക്ക് നാം വരുമ്പോൾ തന്നെ നമ്മൾ ഹന്നയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും.
ഹന്ന ആമിലി അവൾക്കൊരു കുട്ടിയില്ലായിരുന്നു. വളരെ വേദനാജനകമായ അനുഭവത്തിലുള്ള ഹന്നയുടെ ജീവിതം. തൻ്റെ പ്രതിയോഗിയായിരിക്കുന്ന പെനീന തന്നെ ആനിദിനെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നടുവിലും മനോവസരത്തോടു കൂടി പ്രാർത്ഥിച്ച ഹന്നയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് പകൽ പ്രിയരെ നിങ്ങളൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് തലമുറയെ തരാൻ വിശ്വസ്തനാണെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ അല്ലെങ്കിൽ നിർജീവത്വമല്ല ഇവിടെ പ്രശ്നം, സാറയുടെ നിർജീവത്വമല്ല പ്രശ്നം, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരു തലമുറയെ കിട്ടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുക, പിന്നിട്ടിരിക്കുക. ഒരു തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ പലതും പ്രവർത്തിച്ചു നോക്കും, പലതും ചെയ്തു നോക്കിയിട്ടുണ്ടായിരിക്കും. പക്ഷേ യേശു പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതേ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് തന്നെ മടങ്ങി വരുവാൻ കഴിയട്ടെ. സ്തോത്രം. അപ്പം ഹന്നയ്ക്കൊരു കുട്ടിയില്ലാത്തതിൽ അവളെ അമ്മയിൽ പ്രതിയോഗിയെ ഹന്ന വളരെ മുഷിപ്പിച്ചു. അവൾ മനോവസരത്തോടുകൂടി ദൈവത്തിനെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. മനോവസരത്തോടുകൂടി പ്രാർത്ഥിച്ച് ഹന്നയുടെ ജീവിതത്തിൽ ദൈവം ആമയിൽ ഒരു സാന്തതയെ കൊടുക്കുവാൻ കാരണമായി. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പം ദൈവം അവൻ്റെ ഹന്നയ്ക്കൊരു കുട്ടിയെ കൊടുത്തു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു. അവനെ ആലയത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്തോത്രം. പിന്നീട് ഹന്നയെ വീണ്ടും ദൈവം അനുഗ്രഹിച്ചു. നമുക്കറിയാം, 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. അവൾക്ക് ഒരു കുട്ടിയെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവളെ വീണ്ടും ദൈവം അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ അനുഗ്രഹിച്ചത് അങ്ങനെ അവൻ്റെ സ്തോത്രം 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും കൂടെ കൊടുത്തു. 1 ചോദിച്ചെടുത്ത് ദൈവം അല്ലെങ്കിൽ 5 മക്കളെയും കൂടെ വേറെ കൊടുത്തു. അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോഴാണ് സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പകൽ നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ. ഇവിടെ ദൈവത്തിന് വായിക്കുമ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാണ് നമ്മൾ എബ്രായ ലേഖനം 11-ാം വാക്യം വായിക്കുന്നത്. അല്ലെങ്കിൽ അപ്പം വിശ്വാസമാണ് ഇവിടെ എല്ലാത്തിനും പ്രാധാന്യം. അല്ലെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വന്ന വിശ്വാസം, അല്ലെങ്കിൽ ഹന്നയുടെ ജീവിതത്തിലെ വിശ്വാസം, അതൊക്കെയാണ് അവരെ പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നടത്തിയത്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് പകൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിന് ജീവിതത്തിൽ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല നിങ്ങൾ വിശ്വസിക്കാൻ കഴിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ കഴിയണം. അല്ലെങ്കിൽ അപ്പം അബ്രഹാമിൻ്റെ വിശ്വാസം കർത്താവിൻ്റെ വാഗ്ദത്തത്തിന്മേൽ ആശ്രയിച്ചാരും നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസം എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യഹോവയായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്മേൽ ആശ്രയിച്ച. അല്ലെങ്കിൽ അപ്പം നമ്മുടെ വിശ്വാസം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലായിരിക്കണം. വാഗ്ദത്തങ്ങൾ ഒരിക്കലും മാറിപ്പോകുന്നില്ല. വിശ്വാസത്തിൽ നാം ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം, പക്ഷേ വാഗ്ദത്തം ഒരിക്കലും ദൈവം മാറ്റിക്കളയുന്നില്ല. നിങ്ങളൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആമേൻ പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചുവെന്ന് എബ്രായ ലേഖനം 11-12 വായിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എഴുതിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. അല്ലെങ്കിൽ അതേപോലെ നിങ്ങൾക്കൊരു വാഗ്ദത്തം ദൈവം തരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. പ്രൈസലോട്. അല്ലെങ്കിൽ ആ വാഗ്ദത്തം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങൾ സമയങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ മാറിപ്പോകരുത്. വാഗ്ദത്തങ്ങൾ നിറവേറുന്നിടം വരെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് വരുന്നിടം വരെ നിങ്ങൾ ദൈവത്തിനെ താഴ്ത്തി കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ദൈവത്തിനെ കടന്നു വരണം. അതിനുവേണ്ടി നിങ്ങൾ ഉപവസിക്കുകയും ദൈവത്തിനെ നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ അപ്പം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസൻ തന്നെയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിറവേറ്റി തരും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുവാൻ, നിങ്ങളുടെ പരാജയങ്ങളെ
പ്രശ്നങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റുവാൻ, കഷ്ടതകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതേപോലെ സ്തോത്രം. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അരികിൽ കടന്നു വന്ന ഒരു മനുഷ്യനെ ദൈവം അനാഥരായി വിട്ടിട്ടില്ല. അവർക്ക് വേണ്ടുന്ന അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഏത് ആവശ്യത്തോടു കൂടിയാണോ യേശുവിനെ സമീപിച്ചിരിക്കുന്നത്, ആ സമീപിച്ചിരിക്കുന്ന സകല വിഷയത്തിനും യേശു ക്രിസ്തുവിലൂടെ അവർക്ക് മറുപടി ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഏത് ആവശ്യത്തോടുകൂടി ദൈവത്തിന് കടന്നു വന്നാലും ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ ഹിതമാണ് ആങ്കിൽ നിങ്ങളുടെ ആവശ്യമെങ്കിൽ ദൈവം അത് നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം. നാം ഹല്ലേലൂയ റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ കാണാൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 19-21 വാക്യങ്ങൾ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാം വിശ്വാസത്തെ ക്ഷീണിച്ചില്ലെന്നുള്ളതാണ്. അവിടെ ഏകദേശം 100 വയസ്സുള്ളവനാണ് ഈ സമയത്ത്. സാറയ്ക്ക് ഈ സമയത്ത് 90 വയസ്സുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തൻ്റെ ശരീരം നിർജീവമായി പോയത് സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ആ വിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. അല്ലെങ്കിൽ ഒരിക്കലും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവിശ്വാസം വരാതെ വിശ്വാസത്തിൽ നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. അതോട് പറയും, നിങ്ങൾ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നുവെന്ന് എബ്രായ ലേഖനം 11:1 നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ ദൈവത്തിൽ എപ്രകാരമാണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം എപ്രകാരമാണ്? അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സാറയ്ക്ക് സമയത്ത് 90 വയസ്സുള്ളപ്പോൾ സാറയുടെ ഗർഭപാത്രം നിർജീവത്വം മനസ്സിലാക്കിയിട്ടും, അബ്രഹാമിൻ്റെ ശരീരത്തിൻ്റെ നിർജീവത്വം അബ്രഹാം മനസ്സിലാക്കിയിട്ടും അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിനകത്ത് അവിശ്വസിക്കാതെ അതിനകത്ത് വിശ്വാസം വർദ്ധിച്ചു. ഹല്ലേലൂയ. അത് ഞാൻ മുമ്പ് ആദ്യം നിങ്ങളുടെ പ്രായമല്ല ഇവിടെ വിഷയം, നിങ്ങൾ എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേപടി നമുക്ക് ദൈവത്തിന് സന്ധിക്ക് വരിക. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാരുമല്ല, ഓടുന്നവനാരുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ എത്രയും സകലവും സാധിക്കുന്നതെന്നാണ് ദൈവത്തിന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമല്ല, ഓടുന്നവനുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ എത്ര സകലവും സാധിക്കുന്നതെന്ന് ദൈവത്തിന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് കർത്താവിൽ വിശ്വസിക്കാൻ കഴിയണം. സത്യമുള്ള വാക്കുകളും അല്ലെങ്കിൽ സ്നേഹമുള്ള ഹൃദയവും ഹല്ലേലൂയ ആത്മാർത്ഥതയുള്ള മനസ്സും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഹല്ലേലൂയ. മനുഷ്യന് സത്യമുള്ള വാക്കുകൾ ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്ക് സ്നേഹമുള്ള ഒരു നല്ല ഹൃദയം ഹല്ലേലൂയ നമുക്ക് ആവശ്യമാണ്. ആത്മാർത്ഥതയുള്ള ഒരു മനസ്സോടെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടത്തില്ല എന്നാണ് ചില ചിന്തകന്മാരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞ് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ ദൈവം മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട് മറികടന്ന് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടും അതിനെ പരിഗണിക്കാതെ പോകുന്ന ദൈവമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ ഈ രോഗം പരിഗണിച്ചെന്ന് വരത്തില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവർ പരിഗണിച്ചെന്ന് വരത്തില്ല. എന്തിനേറെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ഭർത്താവായിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കട്ടെ, മാതാപിതാക്കളായിരിക്കും ഒരുപക്ഷെ പരിഗണിച്ചെന്ന് വരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ സകല ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അത് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവനെ നിത്യത്തിലേക്ക് എത്തിച്ച് ഈ ഭൂമിയിൽ വസിക്കുന്ന കാലം ഈ ഭൂമി സന്തോഷകരമായ ജീവിതം കൂടെ തരുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് വസിക്കുന്നിടത്തോളം കാലം യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് സന്തോഷകരമായ ജയകരമായ ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താൽ നാം ജീവിതം മുമ്പോട്ട് നയിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടെന്നുള്ളതാണ് റോമാലേഖനം 5 വായിക്കുന്നത്. സ്തോത്രം. അതേപോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് സമാധാനം. അത് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടെങ്കിലാണ് ഹല്ലേലൂയ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. ചില മനുഷ്യർക്ക് ഒരിക്കലും സമാധാനമില്ല. സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിക്കാത്ത ചിലരുണ്ട്. അവർക്കൊന്നും ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അപ്പം നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ദൈവത്തിൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകണം. ദൈവത്തോട് സമാധാനം ഉണ്ടായാൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മൾ പരിഭവിക്കാതെ ദൈവത്തിനെ കാത്തിരിക്കും. ഹല്ലേലൂയ. നാം കാത്തിരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഞാൻ യഹോവയ്ക്ക് കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ചിൻ്റെ നിലവിളി കേട്ടു എന്നൊക്കെ ദൈവത്തിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നാം ദൈവത്തിനെ കാത്തിരിക്കാൻ തയ്യാറാകണം. ഫ്രൈസരോട് ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പതറിപ്പോകരുത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ ദൈവം പറയും, നിന്നിൽ ഹല്ലേലൂയ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. ഈ ദൈവത്തിന് വചനം പറയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. അബ്രഹാമിന് വയസ്സ് 75 ഉണ്ട്. ഹല്ലേലൂയ. ആ സാഹചര്യത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനകത്ത് അവിശ്വസിക്കാതെ വിശ്വാസത്തെ ഏറ്റെടുത്തതുകൊണ്ട് ദൈവം നീതിയായി കണക്കിട്ടെങ്കിൽ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന ഈ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച ചില വിഷയമുണ്ടല്ലോ, ജീവിതത്തിൽ ചില നീറുന്ന വിഷയമുണ്ടല്ലോ, ചില കരഞ്ഞ് മടുത്ത ചില വിഷയമുണ്ടല്ലോ. ഹല്ലേലൂയ. മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടിയിട്ട് തുറക്കാത്തതുപോലെ അല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ സന്നിധി നിങ്ങൾ മുട്ടുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരും. ഹല്ലേലൂയ. നടക്കുവേരെന്നൊക്കെ ജനം പറയും, പക്ഷേ നാം ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ജനം പറഞ്ഞു കാണും, അബ്രഹാം ഇതൊന്നും നടക്കുകയില്ല. പക്ഷേ അബ്രഹാം ആ വാക്കിന് വില കൊടുത്തില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതേപോലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം കേൾക്കുമ്പോൾ, ദൈവിക സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശത്രു പറയും, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, സ്തോത്രം, ഹല്ലേലൂയ, ശത്രു കൊണ്ടുവരുമ്പോൾ, പിശാച് കൊണ്ടുവരുമ്പോൾ അതിനെ നിങ്ങൾ തുരത്തി എറിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം, രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആമേൻ പറഞ്ഞാട്ട്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നിങ്ങൾ വിശ്വസിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരും നല്ലൊരു യേശു എനിക്ക് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സകല കഷ്ടതയുടെ നടുവിലും ദൈവം നമ്മെ മാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്ന അഗതിയെ കുപ്പയിൽ ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവമാണെന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തമ്പുരാന് മാറ്റിത്തരാൻ കഴിയും. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. വാക്ക് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്നതിനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇതുപോലെ വിശ്വസിക്കുന്നില്ല. കരങ്ങളൊക്കെ തട്ടി ഇന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിധം മാറാൻ രോഗിയായിരിക്കും, പക്ഷെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. നാം ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ കാണുവാൻ കഴിയണം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഗലാത്യലേഖനം 3-7 വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വിശ്വാസികളത്തെ അബ്രഹാമിൻ്റെ മക്കൾ എന്നറിവിൻ. ഹല്ലേലൂയ. വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. നമ്മൾ തിരിച്ചറിയണം, അബ്രഹാമിൻ്റെ മക്കളായിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് അല്ലെങ്കിൽ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കും. ഒരിക്കലും ദൈവം അതിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അതേപോലെ ഇന്ന് പകൽ നമുക്ക് ദൈവത്തിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിനെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസനാണ്. അത് നിങ്ങളുടെ ശൂന്യതകളെ മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരു കൂടി ഞാൻ വാക്യം വായിക്കട്ടെ. ഹല്ലേലൂയ. നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, യഹോവ നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിനൊക്കെ വിശ്വസിക്കാം. ഇന്ന് പകൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, ശാന്തമായ രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. അത് വായിച്ച വചനത്തിലേക്ക് മടങ്ങി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതെ, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. അതേ സ്നേഹിത, അതേ സഹോദര സഹോദരി, നിന്നിലൂടെ അവൻ ദൈവത്തിന് വലിയ പദ്ധതികൾ ചെയ്തിരിക്കാനുണ്ട്. നിന്നെ ദൈവം
ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ നന്മകളും നിന്റെ ജീവിതത്തിനകത്ത് നിറവേറി കഴിഞ്ഞാൽ, നിന്നിലൂടെ പലർക്ക് അത് പ്രയോജനകരമായി മാറും, പലർക്ക് ആശ്വാസകരമായി മാറും. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നമുക്ക് ഒന്നിച്ച് ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഞാനും നിങ്ങൾക്ക് അനുഭവിക്കുന്ന ചില ശാരീരികമായ മാനസികമായ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സകല ജനത്തെയും അനുഗ്രഹിക്കുവാൻ, സകല ജനത്തെയും വിടുതൽ നൽകുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തം പൂർത്തീകരിക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് വിശ്വാസത്തെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ദൈവത്തിൻ്റെ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ട് അത് നിറവേറിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറാൻ വേണ്ടി നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടതയുടെ നിലവിൽ, പ്രയാസം നിലവിൽ ഇന്ന് പകൽ ദൈവം അത്ഭുതം ചെയ്യട്ടെ. നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിങ്ങളെ ശൂന്യത മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ ബിസിനസ് പരാജയപ്പെട്ടവരായിരിക്കാം, കൃഷിയിൽ പരാജയപ്പെട്ടവരായിരിക്കാം, ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കാം, ജീവിതത്തിൽ എല്ലാ നന്മകളും നിങ്ങൾക്ക് തടസ്സപ്പെട്ടവരായിരിക്കാം. എന്നാൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട, യേശുവിൽ വിശ്വസിക്കുക. അതെ, നിങ്ങളൊരു പക്ഷേ രോഗിയായിരിക്കാം, സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്ന കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് നമുക്കെല്ലാം കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിവിധ രോഗങ്ങളായി ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ. അതേപോലെ ഇന്ന് പകൽ വിവിധ രോഗങ്ങളായി ഭാരപ്പെടുന്നവരെ ദൈവത്തിനെ പറഞ്ഞ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങൾ ദൈവത്തിലേക്ക് ഞങ്ങളെ തന്നെ ഫലമേൽപ്പിക്കുകയാണ്. അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യത്തിന് പകൽ സകല ജനത്തിന്മേൽ വെളിപ്പെടുകയാകണം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വിവിധ ശാരീരിക മാനസിക ക്ഷീണങ്ങളുടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ ദൈവം അനുഗ്രഹിക്കണമായി, ഒരു സൗഖ്യം കൊടുക്കണമായി ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ തൻ്റെ കർത്താവ് ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ആ സാഹചര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിച്ച നീതിയായി കണക്കിട്ടെങ്കിൽ ഇതുപോലെ കർത്താവ് ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന സകല ജനത്തിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണുവാനാകണം. കർത്താവ് ഞങ്ങളുടെ ജനം വിവിധമായ രോഗത്താൽ കടന്നു പോകും. തലവേദന, ട്യൂമർ, കണ്ണുവേദന, ചെവിവേദന, ടോൺസൈസ്, തൈറോയ്ഡ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളാൽ ഭാരപ്പെടുന്നവർക്ക് സൗഖ്യം കൊടുക്കണമായി. വിവിധമായ അലർജികളാൽ ഭാരപ്പെടുന്ന കർത്താവ്, ശ്വാസം കൊണ്ട് തുമ്മൽ, ഹല്ലേലൂയ, കണ്ണുകൾക്ക് ചൊറിച്ചിൽ, മൂക്കിനകത്ത് ദശ വളരുന്നൊരു കർത്താവ്, അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥന. ക്ഷയരോഗികൾ, കുഷ്ഠരോഗി, ക്യാൻസർ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് സൗഖ്യം കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഹാർട്ട് വിഷനായി പ്രാർത്ഥിക്കുന്നു, ലിവർ വിഷനായി പ്രാർത്ഥിക്കുന്നു, ലെൻസ് വിഷനായി പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാ അറ്റാക്കുകളും, ബ്ലോക്കുകളും, കർത്താവ് എല്ലാ വാൽവിൻ്റെ തകരാറുകളും എല്ലാം മാറി പൂർണ്ണമായി വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബ്രസ്റ്റ് ക്യാൻസർ ഭാരപ്പെടുന്നവരെ സൗഖ്യം കൊടുക്കണമേ. കർത്താവ് ബ്ലഡ് ക്യാൻസർ ഭാരപ്പെടുന്ന സൗഖ്യം കൊടുക്കുവാൻ, മജ്ജസംബന്ധ ക്യാൻസർ ഭാരപ്പെടുന്നവരെ സൗഖ്യം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. ബോൺസംബന്ധമായിട്ട് ക്യാൻസർ ഭാരപ്പെടുന്ന എല്ലാ തീരുമാനങ്ങളും കർത്താവ് വിടുവിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഉദര സംബന്ധമായി, കുടൽ സംബന്ധമായി, യൂട്രസ് സംബന്ധമായി, കിഡ്നി സംബന്ധം, അപ്പൻഡിക്സ്, വയൽസ്, ഹിരണി അടക്കമുള്ള അൾസർ അടക്കമുള്ള സകല രോഗങ്ങൾക്കും ദൈവവിധകൾ സൗഖ്യം കൊടുക്കുവാൻ, യേശുക്രിസ്തുവിന്റെ സൗഖ്യം ജനത്തെ സംഭവിപ്പാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ആയിരക്കണക്കിന്, പതിനായിരം, ലക്ഷം, കോടിക്കണക്കിന് ഭൂതമാത്രം വിടുവിക്കപ്പെടുക, മനസ്സുകളിൽ സൗഖ്യമായിപ്പാൻ, കുണ്ടന്മാർക്ക് അഴിച്ചിരിക്കാൻ, ചികിടന്മാർ കേൾക്കുക, മുടങ്ങുന്ന തളവാദ രോഗികൾ കുതിച്ചെഴുപ്പാൻ, ഓമിനും ബിദിനൊക്കെ കർത്താവ് അവർ സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു. രക്തക്കാരും പക്ഷപാതക്കാരും ചന്ദ്രരോഗികളടക്കം സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അസ്ഥികൾക്ക് തേയ്മാനങ്ങൾ, ഡിസ്ക് സംബന്ധ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നവർ, പെരുമുട്ട് വാദങ്ങൾ, കർത്താവ് ഹല്ലേലൂയ മുട്ടിയേറ്റകത്ത് തേയ്മാനൊക്കെ ഉള്ളവരെല്ലാം സൗഖ്യം പ്രാപിപ്പാൻ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിൽ പേര് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയാകണമേ. കർത്താവ് കൊറോണയിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ഐശ്വര്യം വീട്ടിലേക്ക് ആയിരിക്കും സൗഖ്യം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണം. ദേശത്ത് വിദേശത്ത് മാനിക്കുന്നവരുടെ സൗഖ്യം കൊടുക്കുവാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഡയാലിസിസ് ചെയ്യുന്നവർക്കായി കീമോ ചെയ്യുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം വിടുവിക്കണമേ, സൗഖ്യമാക്കണം. വിവിധ സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ, സർജറി ചെയ്യപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം സൗഖ്യമാക്കാനായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കാനായി പ്രാർത്ഥിക്കും. ജന്മന വൈകല്യമുള്ളവരെ ഞങ്ങൾ ഓർക്കുകയാണ്. അവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണം. ആലംബരം, വൃത്തരും, അശ്വരമായിരിക്കുന്നവരെ ഞങ്ങൾ സമയത്ത് ഓർത്ത് യാചകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വിവിധ ആക്സിഡന്റുകളിൽ കർത്താവ് ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഓർഫനേജിലായിരിക്കുന്നവർ, പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഓൾട്ടേജിയുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കും. ജുവൻ്റൽ ഹോമിലായിരിക്കുന്നവർ, തടവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ളവർക്കെല്ലാം ശാരീരികമായി വിവിധ ക്ലേശങ്ങളുടെ കടന്നു പോകുന്നവർക്കെല്ലാം ദൈവം സൗഖ്യം കൊടുക്കണമേ. വിവിധ കടക്കണിയിൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന, അവർക്ക് വിടുതൽ കൊടുക്കണം. ബിസിനസ്സിൽ പരാജയപ്പെട്ടു, കൃഷിയിൽ പരാജയപ്പെട്ടവർ ഓർക്കുന്നു, അവർക്കെല്ലാം ദൈവം വിടുതൽ കൊടുക്കണമായി പ്രാർത്ഥന.
തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം തലമുറയിൽ കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുക. ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഭവനം കൊടുക്കാൻ സ്ഥലമില്ലാതെ ദൈവം സ്ഥലം ലഭ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിവിധമായ ലോഡുകളെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി നടപടി നേരിടുന്ന പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ദൈവമേ ആ വിഷയത്തിന് പരിഹാരം കൊടുക്കണമേ. വിദേശത്ത് കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ വിദേശത്ത് കടന്നു പോകാൻ വഴിയെ തുടങ്ങാൻ പഠിച്ച് കർത്താവി വിധമായി വിവിധങ്ങൾ എടുത്തിട്ട് ജോലി ലഭിക്കാതിരിക്കുന്ന എല്ലാ ജോലി ലഭ്യമാകേണ്ടതായി പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന അവിടെ പ്രിയപ്പെട്ടവർക്കായി ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം നഷ്ടപ്പെട്ടവരെ വിദേശത്ത് മടങ്ങി വരാൻ കഴിയാത്തവർ, കർത്താവ് വിസാന്റെ കാലാവധി കഴിഞ്ഞവർ, വിവിധമായ വിഷയങ്ങളെ ഭാരപ്പെടുന്നവരോട് കർത്താവ് അവർക്ക് ദൈവമേ ആശ്വാസം കൊടുക്കണം. വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥന. കൊറോണ മുഖാന്തരം പലരുടെയും ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് പരാജയം പലരും കഴിഞ്ഞ കാലങ്ങളിൽ ലോകം ആത്മഹത്യ ചെയ്യപ്പെട്ടെന്നാൽ ദൈവ സ്ഥിതികൾക്കൊരു മാറ്റം വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. വലുതും ചെറുതുമായ എല്ലാ വ്യാപാരങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, കമ്പനികളിൽ, ഫാക്ടറികളിൽ ജോലി ചെയ്തവരെ നടത്തിയപ്പോഴെല്ലാം ഞങ്ങൾ ദൈവങ്ങളിൽ പല കമ്പനികൾ അടച്ചിട്ടെല്ലാം തുറക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന സകല കടകളും കടക്കടിയിലൂടെ കടന്നു പോകുന്ന വാടക കൊടുക്കാൻ മാർഗമില്ലാതെ ഭാരപ്പെടുന്ന കർത്താവ് കുടുംബങ്ങളും കടക്കാരെയൊക്കെ ദൈവം വിടുവിക്കണമേ. എല്ലാ മോട്ടോർ വാഹന വകുപ്പുകളും കർത്താവ് നഷ്ടങ്ങൾ മാറി ലാഭങ്ങളിലേക്ക് വരണമെന്നായി പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷൻ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥിക്കണം. തൊഴിൽ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു. വഴിയോരത്തുള്ള ബിസിനസ് ചെയ്തവരെല്ലാം പരാജയങ്ങളെല്ലാം ദൈവം മാറ്റേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ജലപ്രളയം മുഖാന്തരം കേരളത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ നടുവിൽ ദൈവം പ്രവർത്തിക്കണം. ഭവനം ഒലിച്ചുപോയൊരു ഭവനം തകർന്നു പോയൊരു അല്ലുരിയ, തലമുറകൾ നഷ്ടപ്പെട്ടു, ആടുമാട് കന്നുകാലികൾ മുഴുവൻ നഷ്ടപ്പെട്ടവർ അല്ലുരിയ, കൃഷി നഷ്ടപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവർക്കെല്ലാം പുതുവഴി തുറന്ന് കൊടുക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജീവിതത്തിൽ ഒന്നുമില്ലാതെ കണ്ണുനീരിന് നടിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരും വിടിവിക്കണമേ പ്രാർത്ഥിക്കുന്നത്. അല്ലുരിയ ദുരിതാശ്വാസ ക്യാമ്പുകളായിരിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥന. അവർക്ക് വേണ്ട ഭക്ഷണം, അവർക്ക് വേണ്ട വസ്ത്രവും, അവർക്ക് വേണ്ട മെഡിക്കൽ സംവിധാനങ്ങൾ, മെഡിക്കൽ സഹായങ്ങളെല്ലാം ലഭ്യമാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സ്വന്തം ഭവനമില്ലാതെ കണ്ണുനീരിന് നടിയിലൂടെ കടന്നു പോകുന്നവരുടെ അങ്ങനെയുള്ളവർക്ക് ആശ്വസിപ്പിക്കണമേ. അവർക്ക് വേണ്ട തക്കതായ തക്കതായ പ്രവൃത്തി സർക്കാർ നല്ല തീരുമാനമെടുത്ത് എത്രയും പെട്ടെന്ന് അവർക്ക് ഭവനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാൻ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് പകൽ സകലവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസ നീതിയായി കടക്കെട്ടതുപോലെ ഇതുപോലെ വിവാഹപ്രായം സൗകര്യന്മാർക്ക് തക്കതായി തുണയും കൊടുക്കണമായി പ്രാർത്ഥിക്കും. കുടുംബജീവിതം തകർക്കപ്പെട്ട് നിൽക്കുന്നവർ അതിനകത്തൊരു പരിഹാരം ഉണ്ടാകുകയും പ്രാർത്ഥിക്കും. തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതെ, മദ്യത്തിനും മയക്കും ലഹരിപ്പെടാതെ കുടുങ്ങിപ്പോകാതെ തലമുറകൾക്ക് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് മനസ്സിൽ ദൈവസനയ്ക്ക് മടങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകലത്തിലും ദൈവത്തിൻ്റെ നീതി ഇന്ന് പകൽ വെളിപ്പെടുവാട്ടയാകണമേ. വിവിധ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുക. മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ വിടുവിക്കുന്നതായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് സ്തോത്രം. വലിയ ജീവിതം ഭാരപ്പെടുന്ന കർത്താവ് സംസാരിച്ച ശേഷം ഇല്ലാതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധമായി തളർച്ചയുടെ അനുഭവത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മനുഷ്യനും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണം. ക്യാൻസർ രോഗികൾക്കായി പ്രാർത്ഥിക്കും. ക്ഷയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഷ്ഠരോഗാശുപത്രി കിടക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. മാനസികരോഗാശുപത്രി കിടക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യമായി കരം നീട്ടുവാട്ടയാകണമേ. യേശുവിൻ്റെ അരികിൽ വന്നവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. യേശുവിനെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് മുതൽ വിവിധമായ രോഗത്താൽ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ സാന്നിധ്യം ഐക്യനായി പ്രാർത്ഥിക്കും. വിവിധമായ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഭാരപ്പെട്ട് കർത്താവ് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ കഷ്ടം അനുഭവിക്കുന്ന എല്ലാ ദൈവക്കളുടെ ജീവിതത്തിനും സകല ജനത്തിനും വീരും ദൈവത്തിൻ്റെ കരപ്രവൃത്തിയും കുടുംബങ്ങളുടെ ശാപങ്ങൾ മാറിപ്പോട്ട് രോഗബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവ് കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ട് ക്രിസ്തുവിൽ എല്ലാ ഭവനങ്ങളെയും ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മനുഷ്യരും ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ രോഗം കൊണ്ട് രോഗം വരെ മരണത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് കർത്താവ് യേശുവിൽ വിശ്വസിച്ച് കർത്താവ് നിത്യജീവൻ പ്രാപിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ പ്രാർത്ഥിക്കുന്ന കർത്താവി മഴയ്ക്കൊരു ആശ്വാസം തന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവി. ഇനി ഒരു ദുരന്തമില്ലാതെ കേരളത്തെ സൂക്ഷിക്കണമേ. ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളിൽ സൂക്ഷിക്കണം. 7 കേന്ദ്രപ്രദേശം സൂക്ഷിക്കണമേ. 7 വൻകരയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അമേരിക്ക, വടക്കമേരിക്ക, യൂറോപ്യൻ, ഏഷ്യൻ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങൾ 2 രാജ്യങ്ങൾ 8 കോടിയിലധികം ജനത്തെ എൻ്റെ തലമുറകളെയും ഇന്നത്തെ പ്രാർത്ഥന കൊടുത്ത് പ്രാർത്ഥി. ഇന്ത്യയിലെ 138 കോടിയിലധികം ജനവും തലമുറകൾ എണ്ണത്തെ പ്രാർത്ഥന. കേരളത്തിലെ അല്ലെങ്കിൽ കർത്താവി 3.5 കോടിയിലധികം ജനവും തലമുറകൾ എണ്ണത്തെ അന്യസ്ഥാന തൊഴിലാളികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 29 മുഖ്യമന്ത്രിമാർ, MLA മാർ, MP മാർ, ഗവർണർ, കളക്ടർമാർ
ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അധികാരികളുടെ താലൂക്ക് ബ്ലോക്ക് ഭരണാധികാരിമാർ ജില്ലാ ഭരണകൂടത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ ആമീൻ ഓർഡിലെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണല്ലോ. പട്ടാള മേധാവികൾ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് ക്രമസഭ പോലീസ് അധികാരികളുടെ വിവിധ വകുപ്പുകൾക്കായി പ്രാർത്ഥിക്കുക. നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കരസേന വ്യോമസേന നാവികസേന മേധാവികളുടെ അതിർത്തികൾ കാക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അതിർത്തി രാജ്യങ്ങളായിരിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കുന്നു. പോലീസിൻ്റെ വിവിധ വകുപ്പുകൾക്കായി SS ഫോഴ്സ് വർക്കായി പ്രാർത്ഥിക്കും. മോട്ടോർ ഫോഴ്സിൻ്റെ പ്രാർത്ഥി ക്രൈമിനൽ CPI ഇന്റർപോൾ രംഗത്ത് നിൽക്കുന്നവർക്കായി എല്ലാ രഹസ്യ ശുഭ്രക്കത്താൻ സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടി യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാതാക്കൾ എല്ലാവരും കർത്താവ് അവരുടെ വിൽപ്പനക്കാരെ ഓർക്കുന്നു. എയർപോർട്ട് ജീവനക്കാർക്കായി പ്രാർത്ഥിക്കും. കസ്റ്റമേഴ്സ് ജീവനക്കാരെ പ്രാർത്ഥിക്കുന്ന കർത്താവ് എയർഹോസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാം മേൽ അത്ഭുതം ചെയ്യണമേ. ഇതുപോലെ കർത്താവ് എല്ലാവരും വിദേശ രാജ്യങ്ങളായിരിക്കുന്നു. എല്ലാവരും വിദേശ പൗരന്മാരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. വിവിധ കർഷകരിൽ കടന്നു പോകുന്ന എല്ലാ കർത്താവ് മാനിക്കനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എല്ലാ വാഹന സർവീസ് നിരന്തരമായി ഓടാനായി പ്രാർത്ഥിക്കും. എല്ലാ ഘടകങ്ങളും പൂർണ്ണമായി തുറക്കപ്പെടും. എല്ലാ കമ്പനികളും തുറക്കപ്പെടും പ്രാർത്ഥിക്കുകയാണ്. എല്ലാം മേൽ ദൈവത്തിൻ്റെ കരച്ചരിപ്പാടെയാകണം. കർത്താവിൻ്റെ പ്രതിരോധ വകുപ്പിനായി വ്യോമയാന വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശ വകുപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സ്തോത്രം. വിദേശ രാജ്യ അംബാസഡർമാരോട് പ്രാർത്ഥിക്കും. വിവിധ വകുപ്പിൻ്റെ ചീഫ് സെക്രട്ടറിമാരോട് നിയമമാണ് അരങ്ങ് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട എല്ലാ കർത്താവ് ഭരണ സംവിധാനങ്ങളായിരിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല ദൈവത്തിൻ്റെ കരമ്പരി പൊതുവരാമത്തിനായി വാണിജ്യ വകുപ്പിനായി വ്യവസായ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. ടൂറിസം മേഖലയ്ക്കായി കായിക മേഖലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖല ദൈവത്തിൻ്റെ കരച്ചരി താപാലനം ടെലിഫോൺ ബാങ്കിങ് വിദ്യാഭ്യാസ മേഖല എല്ലാ കർത്താവ് ഏത് ദിവസം സാധാരണത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർത്താവ് പേര് ദൈവത്തിൻ്റെ ചാരിറ്റി വർക്ക് ചെയ്യുന്ന മത സാമൂഹിക സംസ്കാര സംഘടന നേതാക്കന്മാർ സോഷ്യൽ മീഡിയയിൽ പത്രപ്രവർത്തകർ എല്ലാ കർത്താവ് ക്രമസമാധാനത്തിൽ അനുഭവത്തിൽ എല്ലാവരും ആത്മസമീനത്തോടെ എല്ലാം ചെയ്തിരുമാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് 8 മാസമായിരിക്കും കാലഘട്ടത്തിൽ ജന ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് യേശുക്രിസ്തു വിശ്വസിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള സകല ജനത്തെ സകല ഭരണാധിപന്മാരെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതുപോലെ കർത്താവ് വിവിധ രോഗങ്ങളെ ഭാരപ്പെടുന്നവരെ ഒരു കൂടി ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. സകലരെ ദൈവം അനുഗ്രഹിക്കും. വിടിവിക്കണമേ. സമാധാനം സൗഖ്യം കൊടുക്കണമേ. അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിച്ചതുപോലെ ദിവസം ജനത്തിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നിന്റെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു പറഞ്ഞു കർത്താവ് സകല കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. കുടുംബങ്ങളിലെ ശാപങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളിൽ ഇരുളുകൾ മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം നിറയപ്പെട്ട് കുടുംബത്തിൽ യേശുക്രിസ്തു വെളിച്ചം അവിടെ പ്രകാശിപ്പാൻ ഈ എല്ലാ ജനത്തിൻ്റെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മദ്യവും മയക്കുമരുന്നും മനസ്സ് ലഹരി പദാർത്ഥങ്ങൾ സകല ചൂതാട്ടങ്ങൾ സകല ജഡികമായ അധാർമിക അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളും കേരളത്തിൽ ഭാരതത്തിൽ ലോകരാജ്യം മാറിപ്പോകാൻ തലമുറകളെ നശിപ്പിക്കുന്ന കുടുംബത്തെ നശിപ്പിക്കുന്ന സകല അന്ധകാരങ്ങളും മാറിപ്പോകാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്കെല്ലാം ഇത് തീർപ്പ് കൽപ്പിക്കാനായി കുടുംബജീവിതം തകർന്നു പോകാതെ കുടുംബജീവിതം ഭദ്രമായി പണിതെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനം മടങ്ങി വരുവാൻ ഈ ജനത്തെ ഞങ്ങൾ ദൈവങ്ങളിലേൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.